ഓക്കെ. ഹായ് ഷിൻസി, സുഖാണോ? ആ സുഖം. സ്ഥലമൊക്കെ എവിടെയാണ്? എന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരാണല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അപ്പച്ചൻ, അമ്മ, പിന്നെ ഹസ്ബൻഡ്. ഹസ്ബൻഡ് ആണല്ലേ. ഷിൻസി അവോധയിൽ ഏത് കോഴ്സായിരുന്നു എടുത്തിരുന്നത്? ഞാൻ HR സ്പെഷ്യലിസ്റ്റ്. HR സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. എന്തായിരുന്നു കാരണം ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്? കാരണം നല്ല കോഴ്സായിട്ട് ഹസ്ബൻഡൊക്കെ പറഞ്ഞു അത് എടുത്തുകഴിഞ്ഞാൽ നല്ല ജോബ് വേക്കൻസി ഒക്കെ കുറച്ച് ഇതുണ്ടായിരിക്കും, അപ്പൊ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ എടുത്തു. എന്തായിരുന്നു ഇതിനു മുന്നേ പഠിച്ചിരുന്നത് ഷിൻസി? ഞാന് എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ് ആയിരുന്നു അല്ലെ. അപ്പോ ഷിൻസി അവോധയെ പറ്റി എങ്ങനെയായിരുന്നു ആദ്യം അറിഞ്ഞത്? ഹസ്ബൻഡിന്റെ റിലേറ്റീവ് വഴിയാണ് അറിഞ്ഞത്. അപ്പൊ അവളാണ് പറഞ്ഞ അവോധയില് ഇങ്ങനെ കോഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ തന്നെയാണ് ലിങ്കും സംഭവങ്ങളൊക്കെ അയച്ചിരുന്നു. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു, അങ്ങനെ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തല്ലേ. എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഒരു HR സ്പെഷ്യലിസ്റ്റ് കോഴ്സ് എടുത്തതിന് ശേഷം എന്താണ് തോന്നുന്നത്? നല്ല കോഴ്സ് എടുത്തപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇന്റേൺഷിപ്പിലൊക്കെ കിട്ടുന്നത്. പക്ഷെ കിട്ടിയപ്പോ നല്ല സന്തോഷം ഉണ്ടായല്ലേ. അപ്പൊ ഒരു 2800 രൂപയ്ക്ക് ഒരു കോഴ്സ് എന്ന് കേട്ടപ്പോ പെട്ടെന്ന് ആദ്യം ഒരു അൺബിലീവബിൾ ആയിട്ടല്ലേ തോന്നിയത്? എന്തായിരുന്നു തോന്നിയത് 2800 കേട്ടപ്പോ? 2800 കേട്ടോ, 3 മാസത്തെ കോഴ്സാണല്ലോ. പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ടാവുന്ന കേട്ടോ, പിന്നെ കുഴപ്പം തോന്നിയില്ല. അപ്പൊ അങ്ങനെ ചേർന്നു. മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നോക്കിയായിരുന്നു ഇതിനു മുന്നേ? ഇല്ലില്ല, എന്റെ റിലേറ്റീവ് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു തന്നപ്പോ പിന്നെ വേറെ നോക്കാൻ നിന്നില്ല. ഓക്കെ. അപ്പൊ ഈ കോഴ്സ് പഠിക്കുമ്പോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ക്ലിയർ ചെയ്ത ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? സെക്ഷനിലെ ട്യൂട്ടർ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കുക, അതാണല്ലോ മെയിൻ ആയിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. പിന്നെ ജാപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു? അങ്ങനെയാണ് ഞാൻ ഇതില് ഇന്റേൺഷിപ്പ് വഴി കയറി. അപ്പൊ ഞാൻ എക്കണോമിക്സ് ആയതുകൊണ്ട് എനിക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും ഇല്ലാത്ത എനിക്ക് ട്യൂട്ടറാണ് പറഞ്ഞ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തോളാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിന് അപ്ലൈ ചെയ്തത്. അങ്ങനെ കിട്ടി. ജാബ് സെക്ഷൻ നല്ലതായിരുന്നല്ലേ. മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മോക്ക് ഇന്റർവ്യൂ? ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല തന്നെയായിരുന്നു. ഇപ്പൊ കറന്റ് വർക്ക് ചെയ്യുന്ന കമ്പനി എവിടെയാണ്? വെബ്സോൾ ലാബ്സിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഇന്റേൺ ആയിട്ടാണല്ലേ? ഇന്റേൺഷിപ്പ് ആണല്ലേ. എങ്ങനെയുണ്ട് കമ്പനി ലൈഫും കൊളീഗ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ഞാൻ കേറിയിട്ട് 2 ആഴ്ചയായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. അവിടെ വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ നമുക്ക് ആദ്യമായിട്ടുള്ള എല്ലാം പറഞ്ഞു തന്നിട്ടൊക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ. അപ്പൊ ഷിൻസിയോട് എനിക്ക് ചോദിക്കും, ഷിൻസിയുടെ ഒരു കൂട്ടുകാരൻ ഷിൻസിയോട് ചോദിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണം, അപ്പൊ ഷിൻസി അവരോട് എന്താണ് പറയാ? ഞാന് ഇപ്പൊ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോ ഞാനിപ്പോ ഓൺലൈനിൽ നില്ലെത്തവർ ചോദിച്ചു എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു എന്താ വർക്ക് ചെയ്യണേ, എവിടെയാ പഠിച്ചത്, അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള കമ്പനിയിൽ ഉള്ള ഒരു കുട്ടി ഇവിടെ തന്നെ പഠിച്ചതായിരുന്നു. അപ്പൊ അവിടെ ചേർന്നിട്ടാണ് വർക്ക് ചെയ്യണേ. അപ്പൊ അങ്ങനെ അറിഞ്ഞു. അപ്പൊ ആളെന്താണ് പറഞ്ഞത് ഷിൻസിയോട്? എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ആദ്യം വന്നപ്പോ ഒക്കെ? ആള് നല്ലതായിട്ട് തന്നെ പറഞ്ഞത്. മെയിനായിട്ട് ജാബ് സെക്ഷന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ അതുവഴി നല്ല ട്യൂട്ടറൊക്കെ നല്ലതായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാനുള്ളത്, പിന്നെ റെസ്യൂം ഉണ്ടാക്കാനുള്ള അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. മൊത്തത്തിൽ ഷിൻസി ഹാപ്പിയാണോ? അതെ. ഇനി അവസാനമായിട്ട് ഷിൻസിയോട് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോ അവോധയില് കുറെ പേര് ഇപ്പൊ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും കുറെ പേരുണ്ട്. 36ഓളം കോഴ്സുകളാണ് ഇന്ന് അവോധയ്ക്ക് ഉള്ളത്. അപ്പൊ ഇവരൊക്കെയാണ് ഇത് കാണുന്നത്. അവരോട് എന്താണ് ഷിൻസിക്ക് പറയാനുള്ളത്? അവരോട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇതില് പ്ലാറ്റ്ഫോം നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയും. കാരണം എന്താ വെച്ചാൽ 3 മാസം കൊണ്ട് ഒരു കോഴ്സ് പഠിക്കുക, അതുപോലെ തന്നെ അതുവഴി നമുക്കൊരു ജോലി കിട്ടാന്ന് പറയുന്നത് നല്ലതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇതില് ജോയിൻ ചെയ്യാനായിട്ട് തന്നെ പറയും. ഓക്കെ, താങ്ക് യു ഷിൻസി, ഇത്രയും നേരം നമ്മോട് സംസാരിച്ചതിൽ താങ്ക് യു സോ മച്ച്.